الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم والذين من قبلكم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം പറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് ആദ്യം എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സ്വർഗം ആഗ്രഹിക്കുന്ന, പരലോകത്ത് മോക്ഷം കൊതിക്കുന്ന വിശ്വാസികളുടെ പ്രത്യേകതയായി ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയ ഒന്നാണ് അവർ രാത്രികാലങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കും എന്നുള്ളത്. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും കടന്നുപോയാൽ അതിനായുള്ള കൽപ്പനയും പ്രേരണയും അതിന്റെ മഹത്വവും വിശദീകരിക്കുന്നത് നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുന്നു. നോക്കൂ, സൂറത്തു സുഹറിന്റെ 9-ാമത്തെ വചനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈൽ, വിനയാന്വിതനായിക്കൊണ്ട് രാത്രികാലങ്ങളിൽ സാജിദൻ വഖായിമ, സാഷ്ടാംഗം നമിച്ചുകൊണ്ടും രാത്രി നിന്ന് നമസ്കരിച്ചുകൊണ്ടും യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി, പരലോകത്തെ പറ്റി ജാഗ്രത പുലർത്തിയും റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരും അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരും ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഈ നിലക്ക് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാതെ ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തെ കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുന്നവരും
അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രാവും പകലും ഒരുപോലെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരും സമമാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അവിടെ വിനയാന്വിതനായ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന, റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരുടെ പ്രത്യേകതയായി രാത്രികാലങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, സുജൂദ് ചെയ്യുന്നവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. അത് മുഴുവൻ മനുഷ്യരോടുമുള്ള പ്രഖ്യാപനമാണ്. സൂറത്ത് ഇസ്രാഈലിന്റെ 79-ാമത്തെ വചനം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് ഖുർആന്റെ പാരായണത്തോടു കൂടി നമസ്കരിക്കണം. അത് നിനക്ക് കൂടുതലായുള്ള പുണ്യകർമ്മമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വേദക്കാരെ കുറിച്ച് പറയുന്നിടത്ത്, ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ വേദക്കാരെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്ത് ആല ഇംറാനിന്റെ 110 അല്ലാഹു അവരുടെ ചില നന്മകളെ പറഞ്ഞു. തുടർന്ന് അവരുടെ ദോഷങ്ങളെ, അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ സ്വീകരിച്ച സമീപനങ്ങളെയും പ്രവാചകന്മാരെ വധിച്ച കഥകളും ഒക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, ലൈസു സവാഅൻ, അവരെല്ലാവരും ഒരുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാതില്ലാഹി ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ. അവരിൽ ഒരു സമൂഹമുണ്ട്, അവർ രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് ഖുർആനിന്റെ, വേദത്തിന്റെ പാരായണത്തോടു കൂടി നമസ്കരിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ രൂപത്തിൽ ഖുർആൻ പരിശോധിച്ചാൽ രാത്രികാലങ്ങളിൽ ഇബാദത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നവരെയാണ് വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിന്റെ അഹലുകാരായി പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരുപോലെ നമ്മുടെ രാത്രികളുടെ അവസ്ഥ എന്താണ്? റമദാനിന്റെ രാത്രികളിൽ രാത്രി നമസ്കരിക്കുന്നുണ്ട് എങ്കിലും പിന്നീട് ആയുസ്സിൽ മറ്റൊരു സന്ദർഭത്തിലും അത്തരമൊരു ഇബാദത്തിനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഗഫലത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പാടില്ല. രാത്രി നമസ്കാരം നോക്കൂ, ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നത് വരെ രാത്രി നമസ്കാരത്തിന്റെ സമയമാണ്. അതിൽ ഏറ്റവും അഫ്ളലായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച രൂപമാണ്. വളരെ ദൈർഘ്യമേറിയ നമസ്കാരമായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഇശായിന് ശേഷം ഒരാൾ 3 റക്അത്ത് നമസ്കരിച്ചു, അവനും രാത്രി നമസ്കാരത്തിന്റെ ഒരു പങ്ക് കിട്ടി. ഇശാ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു, അവനും രാത്രി നമസ്കരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഏറ്റവും അഫ്ളലായ പ്രവാചകന്റെ ആ രൂപം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായത് കുറച്ചാണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ സുബഹിക്ക് മുമ്പ് രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നതാണ്. കാരണം സ്വർഗവാസികളുടെ, സ്വർഗത്തിന്റെ അഹലുകാരുടെ പ്രത്യേകത പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്ത് സജ്ദയുടെ 16-ാമത്തെ വചനത്തിൽ, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത അല്ലാഹു പറയുകയാണ്. ഭയപ്പാടോടുകൂടി, പ്രത്യാശയോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കാരത്തിന്റെ പായയിലേക്ക് വരുന്നവരാണവർ. വിശ്വാസികളുടെ പ്രത്യേകതയായി അല്ലാഹു പറയുകയാണ്, രാത്രികാലങ്ങളിൽ കിടക്കുന്ന കിടക്ക വിട്ട് ആ ശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കാരത്തിനായി നിൽക്കുന്നവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല, മുത്തഖീങ്ങളുടെ, സുഹൃതവാന്മാരുടെ, സ്വർഗവാസികളുടെ പ്രത്യേകത പറയുന്നിടത്ത് മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞ സൂറത്ത് ദാരിയാത്ത്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ നിന്ന് അല്പസമയം മാത്രമാണ് അവർ ഉറങ്ങിയിരുന്നത്. വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സുഹൂറിന്റെ നേരത്ത്, അത്താഴത്തിന്റെ നേരത്ത്, സുബ്ഹിയുടെ മുന്നേയുള്ള സമയങ്ങളിൽ ഇസ്തിഗ്ഫാറുമായി അവർ കഴിഞ്ഞുകൂടുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്തരം സ്വഭാവങ്ങളുണ്ടോ? നാം ആലോചിക്കുക. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ സമയം ചിലവഴിക്കാതെ വേഗം കിടക്കണമെന്നാണ് പ്രവാചക അധ്യാപനം. പലപ്പോഴും പലതിലക്കും ഒരു ഉപകാരവുമില്ല
ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി 11 മണിയും 12 മണിയും 1 മണി വരെയും ഉണർന്നിരുന്ന് സുബഹി പോലും കിട്ടാതെ കിടന്നുറങ്ങുന്ന അവസ്ഥ നാം ഗൗരവത്തിൽ കാണേണ്ടതാണ്, ഗൗരവിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രി നമസ്കാരം എന്ന മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയുള്ളവരായി മാറുന്നതിനായി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയത്തിൽ അല്ലാഹുവിനോട് ചോദിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ആരോടൊക്കെയാണ് പരാതി ബോധിപ്പിക്കുന്നത്? ആരോടൊക്കെയാണ് നാം ആവലാതി ബോധിപ്പിക്കുന്നത്? ഭാര്യയോട് വിഷമം പറയാറുണ്ട്, ഉമ്മയോട് പ്രയാസം പറയാറുണ്ട്, മക്കളോട് അവസ്ഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെ നാം ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും രാത്രിയിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും അല്ലാഹു ഇറങ്ങി വരികയാണ് ഒന്നാം ആകാശത്തിലേക്ക്. അല്ലാഹു വന്നിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്? മയ്യദുഊനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ അവന് ഉത്തരം നൽകാം. മയസ്അൽനി ഫഉഅതീഹു, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് അവൻ ഞാൻ നൽകാം. മയസ്തഗ്ഫിറൂനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പാപമോചനം തേടുന്നത് അവന് ഞാൻ പാപമോചനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ് അല്ലാഹുവിന് യോജിച്ച രൂപത്തിൽ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാരുണ്യവാനായ റബ്ബ് എല്ലാ രാത്രികളിലും നമ്മളോട് ചോദിക്കുകയാണ്, എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ട്, എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ ആരുണ്ട്, എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ആരുണ്ട്, ഞാനതിന് ഉത്തരം നൽകുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ ഉറക്കത്തിലാണ്, നമ്മളെല്ലാവരും ഗഫലത്തിലാണ്, നമ്മളെല്ലാവരും ഉറക്കത്തിലാണ്. എഴുന്നേറ്റാലോ പലരോടും ആവലാതിയും പരാതിയും പ്രയാസവുമായി നാം കടന്നു പോവുകയാണ്. എല്ലാ ദിവസവും അല്ലാഹു വരുന്നു, അതിന് ഉത്തരം നൽകാമെന്ന് അല്ലാഹു പറയുന്നു. ഒരു പ്രത്യേക സമയം തന്നെ അല്ലാഹു നിശ്ചയിച്ചു രാത്രിയിൽ. ആ സന്ദർഭത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ, തൗഹീദുള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉറപ്പായിട്ടും കൊടുക്കും. ദുനിയാവാകട്ടെ ആഖിറത്താകട്ടെ എന്ത് കാര്യവും ഹലാലായ എന്ത് മുറാദുകൾ അല്ലാഹുവോട് ചോദിച്ചാലും അല്ലാഹു തരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നാം ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പോലെ. നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ഫിൽ ലൈലി ലസഅതൻ ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറാ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു വദാലിക കുല്ല ലൈലത്തിൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് രാത്രിയിൽ ഒരു നേരത്ത് ചോദിക്കുകയാണ് അവന്റെ ആഗ്രഹങ്ങൾ. അത് അല്ലാഹു നിശ്ചയിച്ച ആ സമയവുമായി യോജിച്ചു വന്നാൽ അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും എന്ന് അല്ലാഹു നിശ്ചയിച്ച ആ സമയവുമായി അവന്റെ ചോദ്യം ജമഅ ചെയ്ത് ഒരുമിച്ച് വന്നാൽ ഉറപ്പായിട്ടും അവൻ ആ കാര്യം ലഭിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ ദിവസവും രാത്രിയിൽ അങ്ങനെ ഒരു സമയമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്ക് ആവശ്യങ്ങളില്ലേ? നമുക്ക് പ്രയാസങ്ങളില്ലേ? നമുക്ക് പ്രതിസന്ധികളില്ലേ? നമുക്ക് ബുദ്ധിമുട്ടുകളില്ലേ? വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ എന്തുറപ്പോടു കൂടിയാണ് നാം ജീവിക്കുന്നത്? എന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് എന്റെ കർമ്മരേഖയിൽ, ഇടതുഭാഗത്തുള്ള കർമ്മരേഖയിൽ പാപങ്ങളില്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ളത് എന്തുറപ്പിലാണ്? സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ ഈ അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത്. മാത്രമല്ല, കുടുംബത്തെയും നാം കൂട്ടണം. നാം മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും ആ നന്മയിലേക്ക് കൂട്ടേണ്ടതുണ്ട്. നോക്കൂ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും പ്രവാചക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയും കിടന്നുറങ്ങുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശി മുഴുവനും കിടന്നുറങ്ങുമ്പോഴും വരാനിരിക്കുന്ന ലോകത്തിന്റെ ഭയപ്പാട് കൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് ഏറെക്കുറെ പൂർണ്ണമായി നമസ്കരിക്കുന്ന പ്രവാചകൻ അവസാന സമയമാകുമ്പോ അവരുടെ റൂമിന്റെ വാതിൽ മുട്ടി ചോദിക്കുകയാണ്, അലാ തുസല്ലിയാനി, നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അതെ, അൻഫുസനാ ബിയദില്ലാ ഫഇദാ ശാഅ അയ്യബഅസനാ ബഅസനാ, അതെ നമസ്കരിക്കുന്നുണ്ട്. എന്റെ ആത്മാവ്, ഞങ്ങളുടെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ ഞങ്ങളെ
ജീവിപ്പിച്ചാൽ, എഴുന്നേൽപ്പിച്ചാൽ ഞങ്ങൾ നമസ്കരിക്കും. പ്രവാചകൻ ആ മറുപടി എന്നിട്ട് പൂർണ്ണമായും തൃപ്തിയായില്ല. മോശമായ നിലക്കല്ല, പക്ഷേ ഞങ്ങളുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചാൽ ഞങ്ങൾ നമസ്കരിക്കാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് മറുപടി ഒന്നും പറയാതെ തിരിച്ചു പോകുമ്പോൾ മനുഷ്യൻ വലിയ താർക്കികൻ തന്നെയാണെന്ന ആയത്ത് മോദിക്കൊണ്ട് പ്രവാചകൻ അങ്ങനെ കടന്നുപോയി. ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, പ്രവാചകൻ തന്റെ കുടുംബത്തെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്തിന്? രാത്രിയിലെ നമസ്കാരത്തിന്. നമ്മുടെ ജീവിതത്തിൽ അത്തരം സ്വഭാവം, അത്തരം സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്ന് നാം ഗൗരവത്തിൽ ആലോചിക്കുക. മാത്രമല്ല, രാത്രി നമസ്കാരം ശീലമാക്കാത്തവരെ പ്രവാചകൻ പ്രത്യേകം ഉപദേശിക്കുമായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. കുറ്റപ്പെടുത്തി മോശപ്പെടുത്തിയല്ല, വലിയൊരു അധ്യാപനമാണ്. ഏറ്റവും നല്ല നിലക്ക് അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. അദ്ദേഹം രാത്രി കൂടി നമസ്കരിച്ചിരുന്നുവെങ്കിൽ എത്ര ഖൈറായിരുന്നേനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. പിന്നെ ജീവിതത്തിൽ രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല അദ്ദേഹം. നോക്കൂ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ മസ്ജിദ് നബവിയോട് ചേർന്നിട്ടാണല്ലോ അവിടുത്തെ വീട്. പള്ളിയിൽ ആരോ നമസ്കരിക്കുകയാണ്, ഖുർആൻ ഇങ്ങനെ ഒച്ചത്തിൽ ഓതിക്കൊണ്ട്. അപ്പൊ രാത്രി നമസ്കാരത്തിൽ ഖുർആൻ ഒച്ചത്തിൽ ഓതാൻ അനുവദനീയമാണ്. അങ്ങനെ ഓതിക്കൊണ്ട് നമസ്കരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, യാ ആയിഷ അസൗതു അബ്ബാദിൻ ഹാദാ, ഇത് അബ്ബാദിന്റെ ശബ്ദമല്ലേ? അപ്പോ അവിടുന്ന് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതെ അബ്ബാദിന്റെ ശബ്ദമാണ്. ആ നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റഹം അബ്ബാദാ, അല്ലാഹുവേ അബ്ബാദിനെ നീ കരുണ ചൊരിയണമേ, റഹ്മത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരം എന്നത് ഒരുപക്ഷെ നമുക്കിനി ഒരാഴ്ചയായിരിക്കും ആയുസ്സിൽ അവശേഷിക്കുന്നത്. ചിലപ്പോൾ ഒരു മാസമായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം, ചിലപ്പോൾ അടുത്ത റമദാനിൽ നമ്മളിൽ പലരും സാക്ഷിയാകണമെന്നില്ല. അതുകൊണ്ട് മരണം വരെ ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രിയിൽ നമസ്കരിക്കാനായി കഠിനമായി പരിശ്രമിക്കുക. നോക്കൂ, രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? ചിലത് ഞാൻ പറയട്ടെ. ഒന്നാമത്, ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഫുർഖാനിലൂടെ അല്ലാഹു അത്തരം ആളുകളുടെ ചില ക്വാളിറ്റി പറയുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുകയാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, തങ്ങളുടെ രക്ഷിതാവിനെ പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ് അവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ മുഹ്സിനീങ്ങളുടെ ഗുണമാണ്. നമ്മൾ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്? സൂറത്തുൽ മുൽക്കിൽ പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ കൂടുതൽ ഇഹ്സാൻ ചെയ്ത് ജീവിക്കുന്ന മുഹ്സിനീങ്ങൾ ആരാണ് എന്ന പരിശോധനക്കാണ് ഈ ദുനിയാവിലെ ജീവിതം. ദുനിയാവിലെ ജീവിതം അതിനു വേണ്ടിയാണ്. മുഹ്സിനീങ്ങളുടെ പ്രത്യേകതയായ അല്ലാഹു പറയുകയാണ്, അവർ സ്വർഗ്ഗത്തിലായിരിക്കെ ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ, തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ സ്വർഗ്ഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അല്ലാഹു അവർക്ക് നൽകിയതിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, ഈ ദുനിയാവിൽ ജീവിക്കുന്നവരായിരുന്ന കാലഘട്ടത്തിൽ അവർ മുഹ്സിനീങ്ങളായിരുന്നു. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയുകയാണ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയുടെ ഒരു അല്പഭാഗം അവർ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു, രാത്രി നമസ്കരിച്ചിരുന്നു. വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിന്റെ നേരങ്ങളിൽ അവർ ഇസ്തിഗ്ഫാറുമായി അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, എന്റെ പാപങ്ങൾ അതും വഹിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിൽ പോകുന്ന അവസ്ഥ എനിക്കുണ്ടാക്കല്ലേ അല്ലാഹ്, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. നാളെ എന്റെ കർമ്മരേഖ എന്റെ കയ്യിൽ കിട്ടുമ്പോ എന്റെ ഗ്രന്ഥം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായി വിശ്വാസികളുടെ കൂട്ടത്തിൽ എനിക്ക് എന്റെ രേഖയുമായി കടന്നു പോകണമല്ല. അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. ഒരുപാട് കർമ്മമൊന്നുമില്ലെങ്കിലും ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി അല്ലാഹനെ കണ്ടുമുട്ടിയാൽ
അത് തന്നെയാണ് സഹോദരങ്ങളെ വിജയം. അതുകൊണ്ട് നമ്മുടെ കർമ്മരേഖയിൽ എന്തൊക്കെ ഇനി പൊറുക്കപ്പെടാനുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി നാം അതിനുവേണ്ടി പരിശ്രമിക്കുക. മാത്രമല്ല, പ്രബോധന രംഗത്ത് ഒറ്റക്കായും കൂട്ടമായും ദഅവത്ത് ചെയ്യുന്നവരാണ് നാം മനസ്സിലാക്കിയ ഹഖ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ നാം സത്യം ജനങ്ങളോട് പറയാറുണ്ട്, ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നതിനും വാക്കുകൾ നേരെ നിലനിൽക്കുന്നതിനും ശക്തമായ ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നതിനും രാത്രി നമസ്കാരം അനിവാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, നബുവത്തിന് ശേഷമുള്ള ആദ്യഘട്ടങ്ങളിൽ നോക്കൂ, സൂറത്ത് മുസമ്മിലിൽ കാണാം, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പെട്ട് മൂടിയവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രിയിൽ എഴുന്നേറ്റ് അല്പം നമസ്കരിക്കൂ, നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ, രാത്രിയുടെ പകുതിയോ അതിൽ നിന്ന് കുറച്ചോ നമസ്കരിക്കൂ, ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ, അല്ലെങ്കിൽ പകുതിയേക്കാൾ കൂട്ടിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ നമസ്കരിക്കൂ. ഖുർആൻ ഹിഫ്ദിലെ നോക്കിയോദിക്കോളി, കുഴപ്പമില്ല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, നാം നിനക്ക് ഇട്ടുതരാൻ പോകുന്നത്, നൽകാൻ പോകുന്നത് ഖൗലൻ സഖീലാ, ഭാരമുള്ളതായ വാക്കുകളാണ്, അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കരിക്കൂ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീലാ, തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നത് കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇന്നഹു ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഗൗരവപ്പെട്ട ഘനപ്പെട്ട വാക്കുകളാണ്, അധ്യാപനങ്ങളാണ് നബിയെ താങ്കൾക്ക് നൽകാൻ പോകുന്നത്, വഹ്യാണ്. ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു വഹ്യ് കൊടുക്കും. ആ വഹ്യ് കേൾക്കുമ്പോ എല്ലാ മലായികത്തുകളും പേടിച്ച് വിറകൊണ്ട് സുജൂദിലായി വീഴും. കുറേ കാലം അങ്ങനെ കിടക്കും. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം തലപൊക്കും, മറ്റു മലക്കുകൾ തലപൊക്കും. അല്ലാഹു എന്താണ് പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, അല്ലാഹു പറഞ്ഞത് സത്യമാകുന്നു. അങ്ങനെ ആ വഹ്യുമായി മഹാനായ പ്രവാചകന്റെ അരികിലേക്ക് വരും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തണുപ്പുള്ള രാത്രിയിൽ പോലും വഹ്യ് ഇറങ്ങുമ്പോൾ പ്രവാചകന്റെ നെറ്റിത്തടം വീർക്കുമായിരുന്നു. അത്രയും ഘനപ്പെട്ട വാക്കുകളാണ്, അത്രയും ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് ആകാശ ലോകത്ത് നിന്നും ഭൂമി ലോകത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ആ വഹ്യ് സ്വീകരിച്ച് അതിന്റെ അഹ്ലുകാരായി, അതിന്റെ ആളുകളായി നേരെ ചൊവ്വെ നിലകൊള്ളണമെങ്കിൽ രാത്രിയിലെ നമസ്കാരം നമുക്ക് അനിവാര്യമാണ്, നമുക്കത് സഹായകമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അത്രയും ഗൗരവപ്പെട്ടതാണ്. ഒരു ഹദീസ് പറയുമ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഇന്ന വിഷയത്തിൽ വളരെ ചെറിയൊരു മസ്അല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ആ മസ്അലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്കറിയില്ല, അതിന്റെ ഉത്തരം എനിക്കറിയില്ല. അദ്ദേഹം പറയുകയാണ്, ഈ ചെറിയ മസ്അല പോലും താങ്കൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഗൗരവത്തോടു കൂടി നൽകിയ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകൻ അല്ലാഹു ഇറക്കി കൊടുത്തത് ഖൗലൻ സഖീലാ, ഗൗരവപ്പെട്ട ഘനപ്പെട്ട വാചകങ്ങളാണ് എന്നാണ്. അതൊരു നിസാര മസ്അലയായി കാണണ്ട. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ അറിവില്ലാത്തത് വായി തുറന്ന് മിണ്ടാൻ പാടില്ല, ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രബോധകൻ എന്ന നിലയിൽ, ദഅവത്ത് ചെയ്യുന്നവരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം രാത്രി നമസ്കാരം വളരെ അനിവാര്യമാണ്. ഭൗതികമായ വിഷയത്തിലും ഉറച്ച സ്റ്റാൻഡ് സ്വീകരിക്കുവാൻ, കൃത്യമായ നിലപാട് സ്വീകരിക്കുവാൻ, കുടുംബത്തിലും സമൂഹത്തിലും എവിടെയും നല്ലൊരു സമീപനം നമുക്കുണ്ടാകുവാൻ രാത്രി നമസ്കാരം അനിവാര്യമാണ്. മാത്രമല്ല, നോക്കൂ, അതിന്റെ പ്രത്യേകതയായി പറയുന്നിടത്ത് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കും, അള്ളാഹുവിന്റെ ആളായി നമ്മൾ മാറും. അതുപോലെ തന്നെ തിന്മകളിൽ നിന്നുള്ള സുരക്ഷിതത്വം ലഭിക്കും. അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു കിട്ടും. മാത്രമല്ല, രോഗങ്ങൾക്കുള്ള ശമനവും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹോസ്പിറ്റലുകളിൽ എത്രയെത്ര ലക്ഷങ്ങളാണ് കൊണ്ട് ചിലവഴിക്കുന്നത്. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൂ. ശരീരത്തിന്റെ ആരോഗ്യം അതിലൂടെ അല്ലാഹു നമുക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, അലൈക്കും ബിഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലക്കും.
നിങ്ങൾ രാത്രി നമസ്കാരം കൃത്യമായി മുറുകെ പിടിക്കൂ. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സലഫുകളുടെ ജീവിതത്തിലെ നിത്യമായ ഒരു ഇബാദത്തായിരുന്നു അത്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള സാമീപ്യം ലഭിക്കാൻ അത് കാരണമാകുന്നു. വമൻഹാതുൻ അനിൽ ഇസ്ം, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നു. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് അത് കാരണമാകുന്നു. വമഖ്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദി, ശരീരത്തിന്റെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുന്ന രോഗങ്ങളെ ആട്ടിയകറ്റുന്ന ശമനമാണ് രാത്രിയിലെ നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം ശീലമാക്കൂ. അല്ലാഹു അഭിമാനത്തോടു കൂടി രാത്രി നമസ്കരിക്കുന്നവരെ കുറിച്ച് മലഉൽ അലയിൽ ഉന്നതമായ ഒരു സദസ്സിൽ അല്ലാഹു സ്മരിക്കുന്നതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജിബ റബ്ബുനാ മിൻ റജുലൈൻ, രണ്ടുപേരുടെ കാര്യത്തിൽ അല്ലാഹു അത്ഭുതം കൂറിയിരിക്കുകയാണ്. റജുലുൻ, അതിലൊരു മനുഷ്യനാരാണ്, സാറഅൻ വിതാഇഹി വൽഹാഫിഹി മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി, അതിലൊരു മനുഷ്യനാരാണ്, തന്റെ കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ പുതപ്പ് തട്ടിമാറ്റി ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നവനായ മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെടുകയും അഭിമാനത്തോടുകൂടി മലക്കുകളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. കാസർഗോട്ടെ ഈ ടൗണിലുള്ള നമ്മുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹ്, നോക്കൂ ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാണ്. ആ അടിമ രാത്രിയിൽ എന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്തെ ഭയന്നുകൊണ്ട് നമസ്കരിക്കുന്നത് കണ്ടില്ലേ എന്ന് മലക്കുകളോട് അഭിമാനത്തോട് ഗർവോടുകൂടി അല്ലാഹു സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരം ശീലമാക്കൂ. നോക്കൂ, വെളിച്ചമുള്ള ഒരു മുഖം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ പറയുകയാണ്, ശീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിന്റെ ഫലമായ അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. സുജൂദിന്റെ ഫലമായി അതിന്റെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട് എന്ന വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഖാല സുദ്ദി, ഇമാം സുദ്ദി റഹിമഹുല്ലാഹ് പറയുകയാണ്, അസ്സലാത്തു തുഹസ്സിനു വുജൂഹുഹും, നമസ്കാരം അവരുടെ മുഖങ്ങളെ നന്നാക്കിയിരിക്കുന്നു, പ്രഭയുള്ളതാക്കിയിരിക്കുന്നു. വഖാല ബഅദു സലഫ്, ചില സലഫുകൾ പറയുന്നു, മൻ കസുറത് സ്വലാത്തുഹു ബില്ലൈലി ഹസുന വജ്ഹുഹു ബിന്നഹാർ, ആരാണോ രാത്രിയിൽ നമസ്കാരം അധികരിപ്പിച്ചിട്ടുള്ളത് അവന്റെ മുഖം പ്രഭാതത്തിൽ പ്രഭ കൊണ്ട് തിളങ്ങുന്നതാണ്, ആ ഐശ്വര്യം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്കത് കാണുവാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതെല്ലാം കാണാൻ സാധിക്കുന്നു. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അദ്ദേഹം പറയുന്നു, മാ ബാലുൽ മുതഹജ്ജിദീന ബില്ലൈലി മിൻ അഹ്സനി നാസി വുജൂഹൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സുമുഖന്മാർ രാത്രി നമസ്കരിക്കുന്നവരാണല്ലോ, എന്തുകൊണ്ടാണത്? അദ്ദേഹം മറുപടി നൽകി, അന്നഹും, തീർച്ചയായും അവർ ഖലൗ ബിർറഹ്മാനി, രാത്രിയിൽ ആരും കാണാതെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്നവരാണ് ഇബാദത്തുകളുമായി. ഫഅൽബസഹും മിൻ നൂരിഹി, അതിനാൽ അല്ലാഹു അവന്റെ പ്രകാശത്തിൽ നിന്ന് സ്വൽപ്പം നൽകിയതാണ് എന്ന് അദ്ദേഹം മറുപടി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മഹത്തായ ഇബാദത്തായി രാത്രി നമസ്കാരം പരിചയപ്പെടുത്തുകയാണ്. രാത്രി നമസ്കാരം ഇല്ലാത്തവനായി മയ്യിത്ത് കട്ടിലിൽ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നോക്കൂ, രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള നമസ്കാരത്തിൽ മലക്കുകളും നമ്മളോടൊപ്പം പങ്കെടുക്കും. നാം നമ്മുടെ വീട്ടിലാണ്, വീട്ടിലെ മുറിയിൽ വുളു എടുത്തുകൊണ്ട് മുസല്ല വിരിച്ച് നമസ്കരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലായികത്തുകൾ നമ്മളോടൊപ്പം പങ്കുചേരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്.
മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുക്കും ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈലി ഫൽയൂതിർ സുമ്മ യർഖുദ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുവാൻ സാധിക്കില്ല എന്ന് ഭയപ്പെടുന്നവർ അവൻ ഇശാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പേ വിത്രാക്കിക്കൊള്ളട്ടെ, നമസ്കരിച്ചു കൊള്ളട്ടെ. എന്നിട്ട് പറഞ്ഞു, വമൻ വഫിഖ ബിഖിയാമിൻ മിനൽ ലൈലി ഫൽയൂതിർ മിൻ ആഖിരിഹി. ഇനി അവസാന യാമത്തിൽ ഉണരുമെന്ന് വല്ലവനും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ അവൻ വിത്ർ നമസ്കരിച്ചുകൊള്ളട്ടെ, ആ സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. കാരണം ഫഇന്ന ഖിറാഅത ആഖിരിൽ ലൈലി മഹ്ദൂറത്തുൻ വദാലിക അഫ്ദൽ. രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള നമസ്കാരത്തിൽ മലക്കുകളും പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഉത്തമമായതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നാം നമ്മുടെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ട് എങ്കിലും സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലായികത്തുകൾ, നമുക്ക് കാണാൻ കഴിയാത്ത നമ്മെ കാണുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഒരു വിഭാഗം നമ്മുടെ കൂടെ നമ്മുടെ നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് രാത്രി നമസ്കരിക്കണമെന്ന്, പക്ഷെ കഴിയാറില്ല. എന്തുകൊണ്ടാണ് അതിന് സാധിക്കാത്തത്? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളാഹിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഇന്നി ലാ അഖ്ദിറു അലാ ഖിയാമിൽ ലൈലി ഫസഫ്ഫനി ദവാ. ഞാൻ രാത്രി നമസ്കരിക്കണമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് ചികിത്സിക്കൂ, എനിക്കൊരു വഴിയൊന്ന് പറഞ്ഞു തരൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് രാത്രി നമസ്കരിക്കുവാൻ? അദ്ദേഹം പറഞ്ഞു, ലാ തഅസ്ഹി ബിന്നഹാർ. നീ പകൽ തെറ്റുകളൊന്നും ചെയ്യരുത്, പകൽ സമയങ്ങളിൽ തിന്മ ചെയ്യരുത്. നിന്റെ കണ്ണ് ഹറാമുകളിൽ നിന്ന് സുരക്ഷിതത്വമുള്ളതാകണം, നിന്റെ ചെവി ഹറാമുകളിൽ നിന്ന് സുരക്ഷിതത്വമുള്ളതാകണം, നിന്റെ ചിന്തയും കയ്യും കാലും ഒന്നും തന്നെ ഹറാമുകളിൽ മുഴുകുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. വഹുവ യുഖീമുക ബൈന യദൈഹി ഫിൽ ലൈലി وهو يقيمك بين يديه في الليل فإن وقوفك بين يديه في الليل من أعظم الشرف. പകലിൽ നീ അല്ലാഹുവിനെ ധിക്കരിക്കരുത്. കാരണം രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുവാനുള്ള തൗഫീഖ് അതൊരു ശറഫാണ്, ഒരു മഹത്വമാണ്. അത് മഹത്വമുള്ളവർക്കേ സാധിക്കൂ. അപ്പൊ പകല് തിന്മ ചെയ്യുന്നവർക്ക് രാത്രി നമസ്കരിക്കുവാൻ സാധ്യമല്ല. കാരണം അത് ശറഫായ കാര്യമാണ്, അത് അല്ലാഹു എല്ലാവർക്കും നൽകുകയുമില്ല. വൽആസി ലാ യസ്തഹിഖു ദാലിക ശറഫ്. പകല് തിന്മ ചെയ്യുന്ന തെറ്റുകാരന് ആ ശ്രേഷ്ഠത ലഭിക്കുകയില്ല എന്ന് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹ് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രി നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പകല് നമ്മുടെ കണ്ണ് ഹറാമെന്ന് ക്ലോസ് ചെയ്ത് നോക്കണം. മൊബൈലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കടന്നു പോകുമ്പോ പലതും നാം കാണുന്നു. അഴുക്കുചാലിൽ നിന്നല്ലാതെ ചില നന്മകൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങേയറ്റം സൂക്ഷിക്കുക, അങ്ങേയറ്റം സൂക്ഷിക്കുക. പകല് നന്മയുള്ള ഒരു ജീവിതം നയിച്ചാൽ, തിന്മയിൽ നിന്ന് മാറിയുള്ള ഒരു ജീവിതം നയിച്ചാൽ ഇൻഷാ അല്ലാഹ് രാത്രി നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, സുഫിയാൻ താബിഈ പണ്ഡിതനാണ്, മഹാനായ പണ്ഡിതനാണ്, ഹദീസിലും അഖീദയിലും ഫിഖ്ഹിലും അഗ്രഗണ്യനാണ്. അദ്ദേഹം പറയുന്നു, ഹറുമത് ഖിയാമുൽ ലൈലി 5 അശ്ഹുരിൻ ബിദംബിൻ അദ്നബതുഹു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നു, എന്റെ ഒരു പാപം എനിക്ക് 5 മാസത്തോളം രാത്രി നമസ്കാരത്തിന് തടസ്സമായി. ആരാണ് പറയുന്നത്? സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്. അദ്ദേഹം ചെയ്ത തെറ്റെന്തായിരിക്കും? അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റെന്തായിരിക്കും? താബിഈകളുടെ കാലഘട്ടത്തിൽ ആ പാപം ചെയ്തതിന്റെ പേരിൽ 5 മാസം എനിക്ക് രാത്രി നമസ്കരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പകൽ എത്രത്തോളം നാം സൂക്ഷിക്കണം സഹോദരങ്ങളെ. ഇതിലൂടെയൊക്കെ നല്ലൊരു മനുഷ്യനെ അല്ലാഹു വാർത്തെടുക്കുകയാണ്, നല്ലൊരു മനുഷ്യനെ അല്ലാഹു രൂപപ്പെടുത്തുകയാണ്. ബുദ്ധിപൂർവം ആ അധ്യാപനങ്ങളെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്ന ഒരു മനുഷ്യനാണ് പരലോകത്ത് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഠിനമായി പരിശ്രമിക്കുവാൻ, കഠിനമായി അധ്വാനിക്കുവാൻ
നാം തയ്യാറാകണം. നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമയം ചിലവഴിച്ചുകൊണ്ടും നാം അല്ലാഹുവിന്റെ ദീന് പഠിക്കുവാനും അത് ജീവിതത്തിൽ അമലാക്കുവാനും അത് അറിയാത്ത ഒരു സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനും ഈ രംഗങ്ങളിലെല്ലാം ഉള്ള പ്രയാസങ്ങളെ ക്ഷമിച്ചും സഹിച്ചും നല്ലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു പറഞ്ഞ സ്വർഗ്ഗലോകത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളിലും ധൃതിപ്പെട്ട് മുന്നേറി അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും ആ പുണ്യം ഏറ്റവും കൂടുതൽ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പള്ളിയിൽ വന്നിരുന്നവർ രോഗം കൊണ്ട് കിടപ്പിലാണ്. അവർക്കൊക്കെ ഇനിയും പള്ളിയിലേക്ക് വരാനും ഒരുപാട് കാലം ഇബാദത്തുകളുമായി കഴിച്ചു കൂട്ടുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ലഭിക്കുന്ന മഴയിൽ നിന്ന് അല്ലാഹു നമ്മെ സുരക്ഷിതത്വമുള്ളവരാക്കി മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات ويا قاضي الحاجات اللهم ارحم موتانا وموتى المسلمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي ويعظكم لعلكم تذكرون. أقم الصلاة.